ഗൈസ്, നേരത്തെ ഭയങ്കര മൈൻഡ് ഫക്ക് ആയിട്ടായിരുന്നു ഇരുന്നതിന്. അപ്പം ഇന്ന് ലൈവ് വരാനാവില്ല എന്ന് വരെ കരുതിയിരുന്നു. പിന്നെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് പ്രോപ്പർ കാര്യങ്ങൾ പറഞ്ഞു കണ്ട് നിർത്താൻ കരുതിയതുകൊണ്ട് മാത്രം വന്നതാണ്. എന്ത് മാലിക് ബാഡായിരുന്നോ? മാലിക് എന്തിനാ ബാഡായത്? ഇംബോ OP നൗഡേസ് വെരി ഡിസപ്പോയിന്റഡ് ബ്രോ. നമ്മൾ തന്നെ ബാഡ് അടിച്ച് വെക്കുക. അപ്പോൾ പിന്നെ നിങ്ങളും കൂടി നമ്മളെ ബാഡ് ആക്കരുത്, മനസ്സിലായില്ലേ? ഓൾറെഡി ആ ഒരു കാര്യത്തിൽ നമുക്ക് ആ ഒരു ഗ്യാങ് ആയില്ല. അപ്പോൾ പിന്നെ അത് അക്സെപ്റ്റ് ചെയ്ത് നെക്സ്റ്റ് എന്താണെന്നുള്ളത് നോക്കുക. അല്ലാതെ നമ്മൾ ഗ്യാങ് ആയില്ല അതിൻ്റെ ഡിസപ്പോയിൻമെൻറ്റിൽ മാത്രം നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആ നിൽക്കുന്നിടത്ത് അങ്ങനെ സ്റ്റിൽ നിന്നുകൊണ്ടേ ഇരിക്കുകയുള്ളൂ. അല്ലാതെ നമ്മൾ മൂവ് ഓൺ ആവില്ല. നമ്മൾ മൂവ് ഓൺ ആയിട്ട് നെക്സ്റ്റ് വാട്ട് നെക്സ്റ്റ് അത് നോക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒരു നമുക്ക് സസ്പെൻഷൻ കിട്ടിയ പോലെ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ രീതിയിൽ കണ്ടാൽ മതി. 1-2 ആഴ്ചയൊക്കെ, ചിലപ്പോൾ ഒരു 10 ദിവസം കൊണ്ടോ അല്ലെങ്കിൽ 2 ആഴ്ച കൊണ്ടൊക്കെ 3 ആഴ്ച കൊണ്ടൊക്കെ എന്തായാലും റെഡി ആവേണ്ടതാണ്. സെർവർ സൈഡിൽ നിന്ന് ഓർക്ക് ചെയ്തു തരാൻ പറ്റുന്നത് പോലെ ചെയ്തു തരും. അപ്പോൾ കുറേ നേരമായി ഗ്രൂപ്പുകളിലൊക്കെ ഭയങ്കര ചർച്ച ചെയ്യണമെന്ന് അറിയാം. ഗ്രൂപ്പുകളിലൊക്കെ ഭയങ്കര നെഗ് വന്നു എന്നുള്ളതൊക്കെ പറയുന്നത് കേട്ടു. മോഡ്സൊക്കെ പറഞ്ഞു. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറഞ്ഞുതരാം, നമ്മൾ ആരും താത്തണം എന്ന് കരുതിയിട്ട് ഒരു കാര്യവും നമ്മൾ ചെയ്തിട്ടില്ല. നമ്മൾ പൊന്താൻ വേണ്ടിയിട്ട് വേറുള്ളവർ താത്തിയിട്ട് നമ്മൾ അതിൻ്റെ മേലെ ചവിട്ടി കയറണം എന്നുള്ളൊരു ഇൻറ്റൻഷനൊന്നും സത്യം പറഞ്ഞാൽ അങ്ങനത്തെ ഒരു സാധനമില്ല. അപ്പോൾ നിലവിൽ നിങ്ങൾക്ക് അറിയാം, കുറേ പ്ലേയേഴ്സ് KV നിന്നും TV നിന്നൊക്കെ ഇറങ്ങിയത് ഇവിടെ കയറാനാണ് എന്നുള്ള ടോക്ക് ഓൾറെഡി ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഈ പറഞ്ഞ നമ്മളെ ലെവലിൽ എവിടെയും ഇവരെ നമ്മൾ റിക്രൂട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പറഞ്ഞിട്ടില്ല. ലൊക്കേഷൻ പോയി അല്ലേ നമ്മൾ അത് പോയി അതിപ്പോൾ നോക്കണ്ട, അതൊക്കെ കഴിഞ്ഞു. അത് അവർ കൊണ്ടുപോട്ടെ. അവർക്ക് കിട്ടിയ അവരെ ആഗ്രഹങ്ങളല്ലേ. അവർക്കും ആഗ്രഹം ഉണ്ടായിരുന്നില്ല ലൊക്കേഷൻ. അത് അവർ കൊണ്ടുപോയി. അവർ വൺസ് ഗ്യാങ് ആയി, നമ്മൾ ഗ്യാങ് ആയില്ല. അപ്പോൾ അവരത് കൊണ്ടുപോയി. അതിലൊന്നും ഇഷ്യൂ ഒന്നുമില്ല. അവരുടെ അടുത്ത് ഹെയ്റ്റോ കാര്യങ്ങളൊന്നും നമുക്കില്ല. അപ്പോൾ ഞാൻ പ്രോപ്പറായിട്ട് പറഞ്ഞില്ലേ, നമ്മൾ ആദ്യം ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു കാര്യം ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് പറയാനാവില്ല എന്ന് കരുതിയതാണ്. പക്ഷെ കുറേ പേര് ഇപ്പോഴും അറിയാത്തവരുണ്ട്, കേൾക്കാത്തവരുണ്ട്. അപ്പം പ്രോപ്പറായിട്ട് പറഞ്ഞുതരാം. നമ്മൾ 4 റിക്രൂട്ട്സ് അല്ലെങ്കിൽ 5 റിക്രൂട്ട്സ് ഒക്കെ മാക്സിമം നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ ഫസ്റ്റ് ഓഫ് ഓൾ. അപ്പോൾ ഫ്ലഫി ഇങ്ങനെ ദാമുവിനെ വിളിച്ചിട്ട് ഇൻവൈറ്റ് ചെയ്തപ്പം ദാമു ഓക്കെയാണ്. നമ്മൾ ആകെ ദാമുവിനെ മാത്രമേ ആക്ച്വലി ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ദാമു ഇങ്ങനെ സജസ്റ്റ് ചെയ്ത് പ്ലേയേഴ്സ് വരാൻ ചാൻസ് ഉണ്ട്, പ്ലേയേഴ്സിനെ ഇൻവൈറ്റ് ചെയ്താലോ, ദാമുവിൻ്റെ കെയർ ഓഫിൽ ഇൻവൈറ്റ് ചെയ്താലോ എന്ന് വിചാരിച്ചപ്പം ഓക്കെ, ഒരു 3-4 പ്ലേയേഴ്സിനും അല്ല 4-5 പ്ലേയേഴ്സിന് നമുക്ക് സ്ലോട്ട് കൊടുക്കുക എന്നുള്ള രീതിക്ക് പറഞ്ഞു. പിന്നെ അതിങ്ങനെ അവർക്കിങ്ങനെ ഡിസ്കസ് ചെയ്ത് 4 ഉള്ളത് 5 6 പിന്നെ അത് 8. അപ്പോൾ അവർക്കിങ്ങനെ എല്ലാവർക്കും ഒരുമിച്ച് കളിച്ചാൽ കൊള്ളാമെന്നുള്ളൊരു സംഭവം വന്നു. അങ്ങനെ അത് 10 സ്ലോട്ട് വരെയൊക്കെ ആയി. അപ്പം ഞാൻ ഈ പറയണത് ആർക്കും ഹെയ്റ്റോ കാര്യങ്ങൾക്കോ വേണ്ടിയിട്ടൊന്നുമല്ല. ഇത് എനിക്ക് എൻ്റെ സൈഡ് ക്ലിയർ ആക്കിങ്ങാണ്ട് പറയണം തോന്നി. അതുകൊണ്ട് നമ്മളെ ഓഡിയൻസിന് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് മാത്രമുള്ള കാര്യങ്ങൾ മാത്രമേ പറയണുള്ളൂ. അല്ലാതെ എനിക്ക് ഈ പറയപ്പെട്ട ആൾക്കാരെ ആരോടും എനിക്ക് ഹെയ്റ്റ് ഇല്ല. കുറച്ച് വിഷമങ്ങൾ മാത്രമേ ഉള്ളൂ. ചില കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞതിലുള്ള സങ്കടങ്ങൾ മാത്രമേ എനിക്കുള്ളൂ. അല്ലാത്ത ഈ പറയുന്ന പ്ലേയേഴ്സിനോട് എനിക്ക് ദേഷ്യം അല്ലെങ്കിൽ ഈ പറയുന്ന ഇതൊന്നുമില്ല. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ ഇപ്പോൾ KVL നടന്ന പോലത്തെ ഒരു സിറ്റുവേഷൻ ഇനി നമുക്ക് ഫ്യൂച്ചറിൽ ഉണ്ടായിക്കൂടായിക്കില്ല എന്നുള്ളൊരു തോന്നൽ വന്നപ്പോൾ എല്ലാവരും ഇരുന്ന് ഡിസ്കസ് ചെയ്ത് ഗ്യാങ്ങിലുള്ള അകത്തുള്ള ആൾക്കാർക്ക് തന്നെ വേണ്ട എന്നുള്ളൊരു അഭിപ്രായം വന്നതുകൊണ്ടാണ് മെയിൻലി അത് എടുത്ത് മാറ്റിയത്. അത് വേണ്ട, അങ്ങനത്തെ ഒരു റിക്രൂട്ട്മെൻറ്റ് കംപ്ലീറ്റ്ലി അതങ്ങനെ അവരൊരുമിച്ചേ കളിക്കുള്ളൂ, അവർക്ക് എല്ലാവർക്കും ഒരുമിച്ചേ കയറാൻ പറ്റുള്ളൂ എന്നുള്ളൊരു സാധനം മേ ബി ഇൻ കേസ് ഇൻ ഫ്യൂച്ചറിൽ ഒരു 8x റീബിൽഡോ അല്ലെങ്കിൽ ഒരു T47 ആയിട്ടാകുമ്പോൾ അങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ മേ ബി അത് നമുക്കൊരു റിസ്ക് ആയിരിക്കുമെന്ന് കരുതിയതുകൊണ്ടാണ് പിന്നെ നമ്മളത് വേണ്ടാന്ന് കരുതിയത്. പിന്നെ നമ്മളെ ഫാമിലി ഇപ്പോൾ ഇതിൻ്റെ അകത്തുള്ള ആൾക്കാരാണ് എനിക്ക് പ്രയോറിറ്റി. നമ്മളെ ഫാമിലി ആയിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ അകത്ത് ഇങ്ങനെ വന്നിട്ട് പിന്നെ ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച്, നമ്മൾ അലക്സിനെ ഇത്ര കാലം നമ്മൾ കൊണ്ടുനടന്നിട്ട് അലക്സ് ഒരാൾ പോയപ്പോൾ നമുക്ക് ഇത്ര വിഷമമുണ്ടായിരുന്നു. നിങ്ങൾക്ക് പോലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു. അപ്പോൾ അകത്ത് നിൽക്കണ ഞങ്ങൾ എത്രത്തോളം അതിൽ
എഫക്റ്റ് ചെയ്യുന്നുണ്ട്, ഞങ്ങൾ എത്രത്തോളം അത് ഹേർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ ആലോചിച്ചാൽ മനസ്സിലാവും. അപ്പോൾ ഒരു 10 പേരൊക്കെ ഒരുമിച്ച് വന്ന് കുറച്ച് കാലമൊക്കെ നമ്മളപ്പം മിങ്കിളായി ഇൻ കേസ് വൺസ് അവർ പോവുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മളെ കംപ്ലീറ്റ്ലി എഫക്റ്റ് ചെയ്യും. നമ്മളെ ഫാമിലിനെ കംപ്ലീറ്റ്ലി എഫക്റ്റ് ചെയ്യും, നമ്മളെ മെമ്പേഴ്സിനെ കംപ്ലീറ്റ്ലി എഫക്റ്റ് ചെയ്യും, നിങ്ങൾക്കത് ഭയങ്കര ബാഡാവും. അപ്പോൾ അങ്ങനത്തെ ഒരു റിസ്ക് എടുക്കുന്നതിലേറെ നല്ലത് റിക്രൂട്ട് ചെയ്യാതിരിക്കുകയായിരിക്കും ബെറ്റർ എന്ന് തോന്നിയതുകൊണ്ടാണ്. പ്ലേയേഴ്സ് വൈസിൽ ഞാൻ പറയാലോ, വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലേയേഴ്സ് തന്നെയാണ് കറൻ്റ്ലി കമ്മ്യൂണിറ്റിയിൽ തന്നെ. നല്ല നല്ല പ്ലേയേഴ്സാണ്. അങ്ങനത്തെ ഒരു നല്ല നല്ല പ്ലേയേഴ്സിനെ കിട്ടിയിട്ടും അത് വേണ്ടാന്ന് വെക്കണം എന്നുണ്ടെങ്കിൽ അതിന് അതിൻ്റേതായ റീസൺസ് ഉണ്ട്, മനസ്സിലായോ? പിന്നെ ഈ പറയുന്ന ഇവിടെ വന്നുകാണ്ട് എല്ലാ കാര്യങ്ങളും പറയേണ്ട ആവശ്യമില്ല. ഞാനങ്ങനെ അവർക്കൊരു ഹെയ്റ്റ് കൊടുക്കാനോ അല്ലെങ്കിൽ അവരെ ഓപ്പർച്യൂണിറ്റി കളഞ്ഞിട്ടോ ഇല്ല. ഫസ്റ്റ് ഓഫ് ഓൾ അവരെ ഓപ്പർച്യൂണിറ്റി കളയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ TVA എന്ന് ഇറങ്ങിയ ഒരു പ്ലെയർ അസെൻസിയോ ആണ് ആക്ച്വലി. അപ്പോൾ അസെൻസിയോക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കളയാൻ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അസെൻസിയോനായിട്ട് ഞങ്ങൾക്ക് ആർക്കും ഒരു ഇഷ്യൂ ഇല്ല ഗൈസ്. അപ്പം എനിക്ക് അതിലിപ്പം അസെൻസിയോ വൺസ് അതിന്ന് ഈ ഒരു കാരണം കൊണ്ട് ഇറങ്ങിയിട്ടില്ലെങ്കിൽ പോലും ഈഗിൾ പറഞ്ഞതാണ് മേ ബി എടുത്ത് മാറ്റുമായിരുന്നു എന്നുള്ള എന്തോ ലൈവിൽ പറഞ്ഞല്ലോ ഓൾറെഡി. അപ്പം അതിൽ ക്ലിയർ കട്ടാണ് അവൻ അവിടെ ഒട്ടും സെറ്റ് അല്ലായിരുന്നു എന്നുള്ളത്. അപ്പം നമ്മളായിട്ട് ആരെയും ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു ഫ്യൂച്ചറൊന്നും കളഞ്ഞിട്ടില്ല. അവർക്ക് ഇങ്ങനെ ഒരുമിച്ച് കളിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നതും അവർ ഒരു നല്ല ക്വാളിറ്റിയാണ്. അപ്പം എനിക്കതിൽ ഞാൻ പറഞ്ഞില്ല, ഇതിങ്ങനെ കുറേ നീട്ടി 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 ഇവരെ പറ്റി പറഞ്ഞ അങ്ങനെ ഒരു മോശം പറയാനോ ഇതാക്കാനോ വേണ്ടിയിട്ടുള്ളൊന്നും ലൈവല്ല. ഇതൊന്ന് ജസ്റ്റ് കാര്യം എന്താന്നുള്ളത് മാത്രം എനിക്ക് പറയേണ്ടതുണ്ട്. അപ്പം ഇതൊക്കെ നുണയാണ് അല്ലെങ്കിൽ ഇതൊന്നും അല്ല എന്നുള്ള രീതിയിലൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അപ്പം നമുക്ക് അതിൻ്റെയൊക്കെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് സംസാരിക്കാം. എനിക്ക് അല്ലാത്ത ഹെയ്റ്റോ കാര്യങ്ങളൊന്നും ആരടുത്തും ഇല്ല. അറ്റ് ദ എൻഡ് ഇപ്പോൾ കറൻ്റ്ലി എൻ്റെ ഗ്യാങ്ങിൻ്റെ അകത്ത് അല്ലെങ്കിൽ എൻ്റെ ഫാമിലിൻ്റെ അകത്ത് ഉള്ള ഒരാൾക്കും പേഴ്സണലി അത് റിസ്ക് അല്ലേ, അത് വേണ്ട എന്നുള്ളൊരു അഭിപ്രായം വന്നതോടുകൂടിയാണ് നമ്മളത് മാറ്റിയത്. ഓക്കെ, അപ്പോൾ അത് അത്രേ ഉള്ളൂ അതിനെപ്പറ്റി പറയാൻ. പിന്നെ നിങ്ങൾ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങൾ ഡിസപ്പോയിൻറ്റഡ് ആയി അങ്ങോട്ടായി ഇങ്ങോട്ടായി ഇത് നമ്മൾ എടുക്കുന്ന ഒരു ഡിസിഷനൊക്കെ നിങ്ങൾ മാനിക്കാതെ അത് അപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ വലിയ വലിയ ചർച്ചയാക്കി കണ്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിക്കുന്നത് നമ്മളെ പല പരിപാടി ഈ പറഞ്ഞ MRC തൊട്ടേ കംപ്ലീറ്റ് ഇതിന്മേൽ നിന്നുങ്ങാണ്ട് നമ്മൾ ഇത് ഡെവലപ്പ് ചെയ്യണം എന്ന് കരുതി നിൽക്കുന്ന ഒരാൾക്കാരാണ്. അപ്പം നമ്മളെ ബാക്കിയുള്ള പരിപാടികളൊക്കെ മാറ്റി വെച്ച് എന്ന് ഇതിന്മേൽ ഇരുന്നിട്ട് നിങ്ങൾക്കൊരു എൻ്റർടൈൻമെൻറ്റ്, നിങ്ങൾക്കും ഒരു എന്തെങ്കിലുമൊക്കെ ഒരു ജസ്റ്റ് കിട്ടണം എന്ന് കരുതിയിട്ടാണ് നമ്മളും ഇവിടെ ടൈം ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പം ആ ഒരു സാധനം നിങ്ങളും കൂടി ആലോചിക്കുക. അപ്പം അതൊക്കെ തന്നെയാണ്. ക്വാർട്ടറിനെ പറ്റി ഇതന്നെയല്ലേ പറഞ്ഞേ ഇനി എന്നിട്ട് പിന്നെ ഇൻവൈറ്റ് ആക്കിയില്ലേന്നോ? ക്വാർട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ പ്ലെയറിനെ ബ്രോ ഞാൻ ഇൻവൈറ്റ് ആക്കിയത്, ഒരു സിംഗിൾ പ്ലെയർ അല്ല, അതൊരു ബണ്ടിൽ അല്ല, മനസ്സിലായോ? ഞാനൊരു സാധനം നമ്മൾ ബ്രിക്ക് ബൈ ബ്രിക്ക് നമ്മൾ ബിൽഡ് ചെയ്യണതും ഒരു പില്ലർ ഞാൻ അങ്ങനെ കൊണ്ടുവന്ന് വെച്ച് ആ പില്ലർ അങ്ങനെ കൊഴിഞ്ഞു ആടി പോയാൽ അതിലൊരുപാട് മാറ്റങ്ങളുണ്ടാവും, മനസ്സിലായോ? അപ്പം ആ റിസ്ക് എനിക്ക് എടുക്കാൻ താല്പര്യമില്ല. എസ്പെഷ്യലി ഇത് ഒരു പുതിയൊരു സ്റ്റാർട്ടാണ്. അപ്പം അതിൻ്റെ മുമ്പേ അതിൽ ഇങ്ങനത്തെ ഒരു വലിയ റിസ്കുകൾ എടുക്കാൻ എനിക്ക് പേഴ്സണലി താല്പര്യമില്ലാത്തതുകൊണ്ട് ഇതിൻ്റെ അകത്തുള്ള ആർക്കും അതിന് പ്രത്യേകിച്ച് ഇപ്പം നിലവിൽ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് നമ്മളത് ഒഴിവാക്കിയത്. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. അതിനെപ്പറ്റി ഇനി വേറെ പറയല്ല. ഐ വിഷ് ദേ പ്ലേഡ് ഹിയർ ബട്ട് ഐ റെസ്പെക്ട് യുവർ ഡിസിഷൻ. അത്രേ ഉള്ളൂ. അതാ നമുക്കും ആഗ്രഹം ഉണ്ടായിരുന്നു വൺസ് അവരെ കളിക്കണം, അവരെ ഒരുമിച്ച് കളിപ്പിക്കണം എന്നുള്ളത്. പക്ഷേ അതിൽ അതിൻ്റേതായ ഒരുപാട് റിസ്ക് ഫാക്ടർ ഉണ്ടായതുകൊണ്ടാണ് നമ്മളത് മാറ്റിയത്. അപ്പം നോക്കാം എങ്ങനെയാണ് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ബാക്കിയുള്ള റിക്രൂട്ടിനെ പറ്റിയൊന്നും നിങ്ങൾ ഇവിടെ ചോദിക്കണ്ട. അതൊക്കെ അതിൻ്റേതായ ടൈം ആകുമ്പോൾ നമ്മൾ ഗ്യാങ്ങൊക്കെ വൺസ് ഫോമായി നമ്മളെല്ലാം വൺ ബൈ വൺ നമ്മൾ സെറ്റ് ചെയ്യും. ഓക്കെ, നല്ല പ്ലേയേഴ്സിനായിരിക്കും. അത്രേ ഉള്ളൂ ഞങ്ങൾക്ക്. അതൊക്കെ അത്രേ ഉള്ളൂ. ജോബിൻ ജോയ് അതൊന്നും ഞാൻ പറഞ്ഞില്ലേ, അതൊന്നും ആലോചിച്ച് നിങ്ങൾ ടെൻഷനേ ആവണ്ട. അത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല. നമ്മളൊരു പ്ലെയറിനെ സെലക്ട് ചെയ്യേണ്ടത് ഇപ്പം ഞാൻ പല കാര്യങ്ങൾ ഓരോരുത്തർ പറഞ്ഞു വന്ന് നമ്മൾ പഠിച്ചതിൻ്റെ പുറത്ത് നമ്മൾ പറയാം. നമ്മൾ കുറച്ചും കൂടി ഇതിലൊക്കെ ഇരുന്ന് നമ്മൾ ഇങ്ങനെ ഓരോ വാറൊക്കെ സ്പെക്ക് ചെയ്ത് അതേപോലെ നിങ്ങൾ ഒബ്വിയസ്ലി നിങ്ങൾ ഈ മാർക്കറ്റിൽ ഞാൻ ഇൻവോൾവ് ആവണേക്കാട്ടിലും ഇതിൽ ഇരുന്ന് തപ്പുന്ന ആൾക്കാരിൻ്റെ അഭിപ്രായത്തിൽ നിങ്ങളാണ് ചാറ്റ്.
അത്രയും പ്ലേയേഴ്സിൻ്റെ TDM ഗ്രൈൻഡിങ് ഒക്കെയാണ്, അതേമാതിരി വാർ POV ഒക്കെയാണ് എനിക്ക് കൊണ്ടുവന്ന് തരുന്നത് DM-ൽ. ബോസ് ഇതിനെടുക്ക്, ഈ പ്ലെയറിനെ എടുക്കുക, ആ പ്ലെയറിനെ എടുക്കാറുണ്ട്. അപ്പം നമ്മൾ ഇതിൽ കുറച്ചൊക്കെ ടൈം ഇൻവെസ്റ്റ് ചെയ്ത് ഓരോ വാറ് നമ്മൾ എല്ലാ വാറൊക്കെ നോക്കി അതിലൊക്കെ ആരൊക്കെ നന്നായി കളിക്കണമെന്നും ഇടയ്ക്ക് നമ്മൾ TDM-ലൊക്കെ കയറിയിട്ട് ആരൊക്കെ നന്നായി പെർഫോം ചെയ്യുന്നുണ്ടെന്നൊക്കെ നോക്കിയിട്ട് അതിനൊക്കെ അപ്പുറത്ത് അവരെ ആഗ്രഹമാവണം ഇതിൻ്റെ അകത്ത് കളിക്കണം എന്നുള്ളത്. നമ്മളാഗ്രഹം ആവരുത്, മനസ്സിലായത്? നമ്മൾ ഇൻവൈറ്റ് ചെയ്തിട്ട് വന്നു കഴിഞ്ഞാൽ അതിനൊരു വലിയ വാല്യൂ ഉണ്ടാവില്ല. അവർക്ക് ആഗ്രഹിച്ച് അവർക്ക് അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു നന്ദി അവന്മാർക്ക് എന്നും ഉണ്ടാവും. എല്ലാവരും കേസല്ല, എന്നാലും കുറേ പേർക്ക് അത് ഉണ്ടാവും, മനസ്സിലായ? അപ്പോൾ അത് ആരും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. അപ്പോൾ അത് വിടുക, അത്രയേ ഉള്ളൂ അതിനെ പറ്റിയൊക്കെ പറയാൻ. സെന്നെക്സിൻ്റെ കേസ് ഞാൻ എന്തുവാ പറയാ, മറ്റേ എനിക്കതിലൊന്നും പറയാല്ല. ഞാൻ പറഞ്ഞതാണ് വേറെ ഗ്യാങ്ങിലൊന്നും പോയി കളിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല എന്നുള്ളത്. അവനറിയാതെ അവനറിയാതെ അവരെ ആഡ് ഇട്ട് ഇപ്പോൾ അവൻ തന്നെ സെൽഫ് റിമൂവൽ വിട്ടു. അപ്പം എനിക്കതിലൊന്നും പ്രത്യേകിച്ച് പറയാല്ല. നമുക്ക് സിറ്റി കയറാം കുറച്ച് നേരം. എനിക്കറിയാം നിങ്ങൾ കുറേ പേര് ഇവിടെ കൊണ്ടുവന്ന് പേരിടുന്നുണ്ട്. മറ്റേ പീറ്റർ പാർക്കർ, സൈറോണ്, മറ്റേത് മറിച്ചത്, സ്റ്റാലിന്, കുറേ ഞാൻ കാണുന്നുണ്ട്. ഖാലിദ് ഓവൻ, അസൻസിയോ എടുക്ക്. ബ്രോ HHYUHQ ബ്രോ, അവരങ്ങനെ വരുന്ന പ്ലേയേഴ്സ് അല്ല. ഞാൻ അവരെ ഇൻവൈറ്റ് ചെയ്തിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല. അത് അവർക്കും കൂടി ആഗ്രഹം വേണം അങ്ങനെ കളിക്കണം എന്നുള്ളത്, മനസ്സിലായോ? 2 അല്ലെങ്കിൽ ഒരു 3-4 പ്ലേയേഴ്സിനെ കളിപ്പിക്കുന്ന പോലെ അല്ല. അവർക്ക് ആക്ച്വലി അവർ ഇങ്ങനെ കളിക്കുള്ളൂ, ലൈക്ക് 10 പേര് അല്ലെങ്കിൽ 8 പേര് ഒരുമിച്ച്. അവർക്ക് അങ്ങനെ കളിക്കാൻ താല്പര്യമുള്ളൂ, കാരണം അവർ ഒരുമിച്ച് കളിച്ച് വളർന്ന ആൾക്കാരല്ലേ. അപ്പം അതിന് ഒരു റിസ്ക് ഉണ്ട്, അത്രേ ഉള്ളൂ. ഷാലുറക്സ് 100% കമ്മിറ്റ്മെൻറ്റ്. ചങ്ങായി എല്ലായിടത്തും ഉണ്ടല്ലോ. TVൻ്റെ ലൈവിൽ അവിടെ ഉണ്ടാവും, മർജിൻ്റെ ലൈവിൽ ഇവിടെ ഉണ്ടാവും, KVൻ്റെ ലൈവിൽ അവിടെ ഉണ്ടാവും, എല്ലായിടത്തും ഉണ്ടാവും. DC എന്താ? DCയിൽ എന്താ?